ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗും കൂടെ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഈ പാലത്തൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു സൂപ്പർ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് ഇനി നമ്മുടെ അടുത്ത ഫുഡ് വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ സ്വന്തം ചൊക്കണ്ണൻ്റെ ഹോട്ടൽ. ചെറുത് മുതലേ കഴിച്ചിരിച്ചുകൊണ്ടാവാം നമുക്ക് ഇത്രയും ടേസ്റ്റിയായി തോന്നുന്നത്. നമ്മൾ ചെന്നൈയിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടെ ഇവിടുത്തെ ഒരു കൊത്തുപൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിനായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നത്. അവിടെ എത്തിയ ഉടനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടോ. നേരത്തെ പറഞ്ഞു വെച്ചതുകൊണ്ട് അവർ കൊത്തുപൊറോട്ടയ്ക്കുള്ള ഉള്ളിയെല്ലാം വഴറ്റി തുടങ്ങിയിട്ട്. പൊറോട്ട നിങ്ങൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ? അതെ അല്ലേ? പൊറോട്ട ഉണ്ടാക്കിയതുണ്ട്. ഇനി ഇതിനെ മിക്സ് ചെയ്ത് അതിൽ ആഡ് ചെയ്യും അല്ലേ? ഇതേ നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്കുള്ള പൊറോട്ട പീസാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ച് അരിയുന്നതാണോ? അരിഞ്ഞ് തള്ളുന്നുണ്ട് ഇവിടെ ചേട്ടൻ. രാത്രിക്ക് എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? അതെ അല്ലേ? ഫ്രൈഡ് റൈസ് അങ്ങനത്തെയൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല അല്ലേ? പൊറോട്ടയാണ് മെയിൻ എന്ന് പറയുന്നത്. 2 പൊറോട്ടയാണ്. അപ്പം ഞങ്ങൾക്ക് 3 പൊറോട്ട മതിയല്ലോ ഒരു 6-7 പേർക്കൊക്കെ? ധാരാളമല്ലേ? ആ ഇതേ ഉള്ളിയൊക്കെ നന്നായി വാടി തുടങ്ങി. ഇനി അതിൽ മുട്ട ആഡ് ചെയ്യില്ല കേട്ടോ. ആ ഗ്രേവി, ബീഫ് ഗ്രേവി ഉണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബീഫ് അങ്ങോട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. അല്ലേ ചേട്ടാ? ചേട്ടന് അറിയില്ലല്ലോ. ചേട്ടൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞാൻ ചേട്ടനെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടാ കുരുമുളക് പൊടിയാണ്? കുരുമുളക് പൊടിയാണ്. അയ്യോ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും കരിഞ്ഞ് കഴിക്കട്ടെയോ? അത്ര ചൂടുണ്ട്. അടുത്തേക്ക് കാണിക്കൂ. കണ്ടോ? ഞാൻ പഠിച്ചു കുത്താനായിട്ട്. കേട്ടോ സൗണ്ട് വരുന്നുണ്ടോ? ഇനി ഇതൊക്കെ നല്ലപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് വഴണ്ട് വരണം അല്ലേ? ഞാൻ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ചേട്ടൻ കഴിക്കില്ല, ഞാൻ മാത്രം. മല്ലിയിലൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം നല്ല കളർഫുള്ളല്ലേ? ഈ വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഇവിടുത്തെ കൊത്തുപൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മുടെ ചൊക്കണ്ണൻ്റെ കടയാണ്. ചൊക്കണ്ണൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കൊത്തുപൊറോട്ട കാരണം നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ച് ശീലിച്ചതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു കൊത്തുപൊറോട്ട ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അതിൽ ആ ബീഫിൻ്റെ ഗ്രേവി ആയിരിക്കാം ഒരു പക്ഷേ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ചൊക്കണ്ണനെ കാണിച്ചു തരാൻ പറ്റില്ല, ചൊക്കണ്ണൻ വന്നിട്ടില്ല. അതുകൊണ്ട് ചൊക്കണ്ണനെയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞു. ചൊക്കണ്ണൻ എന്നാണ് ശരി. പൊറോട്ട റെഡിയായി. ചേട്ടൻ പാഴ്സൽ ചെയ്യുന്നുണ്ട്. അതെ. അടുത്ത് നമ്മൾക്ക് ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റ് അല്ലേ ചേട്ടാ? ബീഫ് റോസ്റ്റിനുള്ളതാണ്. ചേട്ടാ ഉള്ളി അരിഞ്ഞു, ഉള്ളി വഴറ്റി തുടങ്ങി. ഗ്രേവി തട്ടി ബീഫ് എപ്പോഴും ഉണ്ടാവുമോ ഇവിടെ?
ചിക്കൻ ഇല്ലേ? ബീഫാണോ മെയിനല്ലേ? നല്ലപോലെ പെപ്പറൊക്കെ ഇട്ട് വേറെ ലെവലാക്കിയിട്ടുണ്ട്. നല്ല പെപ്പർ ഇത് നമ്മുടെ കൊത്തു പൊറോട്ട എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പാഴ്സൽ വേറെ ഉണ്ട്, അത് രാത്രിക്ക് അതിൻ്റെ മുമ്പ് ഒന്ന് ടേസ്റ്റ് ഉണ്ട്. എന്താണ് യൂട്യൂബ് അടിപൊളിയാണെന്ന് പറയുന്നത്. ബീഫ് ചേർന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ടേസ്റ്റ് കൂടുതൽ. ചേട്ടാ കഴിച്ചു നോക്കും, ആള് കഴിക്കും. ബീഫും നല്ല ചൂട് ചായയും, നല്ല ചൂടുണ്ട്, വേർത്തിട്ട് ചൂട് ചായ വേണം. എന്നാലും ചൂട് തന്നെയാണ്. അപ്പം അടിപൊളിയുണ്ടോ? ചായയും കൂടെ കുടിക്കുമ്പോൾ വേറെ. പാഴ്സൽ റെഡിയായി. ഇനി അവിടേക്ക് വരട്ടെ പോകണ്ടേ? ഇനി ഒന്ന് കറങ്ങണം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഒരു സൂപ്പർ കോഴി ഉണ്ട് കേട്ടോ. അതായത് തിരുനെല്ലി അഗ്രഹാരത്തിൻ്റെ ഉള്ളിലൂടെ അവിടെ ഒന്ന് പോയതോ. കോഴിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് പോകണമെന്നുണ്ട്. തിരിച്ച് പോയാലും ഡ്രസ്സ് എടുത്തിട്ട്. അടുത്തത് നമ്മുടെ തിരുനെല്ലി പുഴയാണ്. ഞാൻ ഓടുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഓടുമ്പോൾ ഫോണും കൂടെ ഓടുന്നുണ്ടേ. സൂപ്പറാണല്ലോ വ്യൂ. നല്ല അടിപൊളി കാടാണ് അല്ലേ. കാട്ടിലൂടെ നടന്ന് പുഴയെത്തി നമ്മുടെ. ഇതേ നമ്മുടെ പുഴയെത്തി. അയ്യോ, കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ മീനുണ്ടോ കേട്ടോ? എനിക്ക് കുളിക്കണമെന്നുണ്ട് കാണുമ്പോൾ. അവരൊക്കെ ഭയങ്കര കുളിയാണ്. കുടുംബത്തോടെ വന്ന് കുളിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് കുളിച്ചാലോ? ഒരിക്കലും കുളിക്കുന്നുണ്ട്. കുറേ പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. വെള്ളം കാണുമ്പോൾ കുളിച്ചാലോ എന്നുണ്ട്. തോർത്തെടുത്തിട്ടില്ല പക്ഷെ. കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിക്കണ്ടേ? മതി. പറ്റില്ല. കുറച്ചുകൂടെ ആയിരിക്കട്ടെ. പണ്ടൊക്കെ അമ്മമാർ കുളത്തിൽ കുളിക്കാൻ വരുമ്പോൾ കാലൊക്കെ നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കാറുണ്ട്. എന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് നമുക്ക് അത്യാവശ്യം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ രാധേ.